ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ള 12 നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗം തന്നെ വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു, ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. എന്നാൽ ഇതിൽ നിലനിൽക്കുന്ന ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാനോ അവരുടെ അവകാശം നഷ്ടപ്പെടാനോ പാടില്ല. അതുകൊണ്ട് ഈ കൈവശമുള്ള ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകും. നാലാമത്തേത്, ഈ ടാക്സ് അടയ്ക്കാനായിട്ട് നേരത്തെ റവന്യൂ മന്ത്രിയും വഖഫ് മന്ത്രിയും അവിടുത്തെ MLAയുടെ സബ്മിഷൻ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. കോടതിയിൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനും അവർക്ക് നിയമപരമായിട്ട് നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുൻപിൽ സ്വീകരിക്കും. ഇതാണ് ഇന്നത്തെ യോഗമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായും ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ, ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അല്ല, അതിലിപ്പോൾ 9 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, 2 കേസുകൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം, അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം. അതിപ്പോൾ നമുക്കൊരു യോഗത്തിലിരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായി എന്ന് വരും. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായൊരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പരിഹാരമായിരിക്കും. അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ, ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് വരുന്നവരൊരു തുടർ നടപടി ഉണ്ടാവില്ല. പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല, കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടികൾ ഉണ്ടാവില്ല. അത് ഗവൺമെൻറ് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. കാരണം ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് ഡയറക്ഷൻ ഇതുള്ളൂ. വഖഫ് ബോർഡ് അത് അംഗീകരിച്ചു. തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത നോട്ടീസിലുണ്ടാവില്ല. ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയുന്നില്ല ഈ തീരുമാനം വരുന്നത് വരെ. അല്ല, അതുകൊണ്ടാണ് ഇത് എല്ലാ വർഷവും ഇവർ പരിശോധിക്കാൻ പറഞ്ഞത്. നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം കോടതി വിധികളുണ്ട്, വഖഫ് ട്രിബ്യൂണലിൻ്റെ ഇതുണ്ട്. സർക്കാരിന് ഇതിന് അധികാരമില്ല. നിങ്ങൾ നിസാർ കമ്മീഷൻ്റെ അത് നോക്കിയാലും അറിയാം. ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, വഖഫ് ബോർഡാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത്. അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട്. ഏകദേശം 9 കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കമലേഷ് ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളെല്ലാം ഉണ്ട്. ഇത് ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നത്. പിന്നെ ഇത് കരാറ് കൊടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ താമസിക്കുന്നവരെ നമ്മളൊരു പ്രഖ്യാപനം നടത്തി നിങ്ങൾക്കിത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനമല്ലേ. അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുരക്ഷിതത്വമില്ലാതാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ശാശ്വതമായിട്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതാണ് വളരെ പെട്ടെന്ന് 3 മാസം കൊണ്ട് തന്നെ
റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, കോടതിയിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തേക്കല്ലേ. അല്ല ഗവൺമെൻറ് കക്ഷിയാണ് അതിനകത്ത്. ഗവൺമെൻറ്റിനെ കൂടി എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു, ഡിവിഷൻ ബെഞ്ച് വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെൻറ് സ്വീകരിക്കും. നമ്മൾ സ്പീഡാക്കാനും നമ്മുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കും. ട്രിബ്യൂണൽ സർക്കാർ കക്ഷിയല്ല നിലവിൽ. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. അല്ല, അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ആ വഴി പോട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു, ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു. കോടതി പോയപ്പോൾ കോടതി തന്നെ സ്റ്റേ ചെയ്തു. നാളെ വേറെ ഒന്ന് പറഞ്ഞു, അപ്പോഴും ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനിശ്ചിതത്വത്തിലാവില്ല. ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്.